ഹരേ കൃഷ്ണ. അപ്പൊ 83 പോലെ നമുക്ക് വീണ്ടും വായിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. വായിക്കോ ആരെങ്കിലും? 83. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ ബ്രോ. ശരി. ശ്ലോകം 83. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനം. സച്ചി കഹേ മുയി ദേഖോൻ ആകാശ ഉപരേ ദിവ്യമൂർത്തി ലോകസഭ ഏനെ സ്തുതി കരേ. സച്ചിദേവി ഭർത്താവിനോട് പറഞ്ഞു, അത്ഭുതകരമായ തേജസ്സുള്ള മനുഷ്യജീവികൾ ആകാശമാർഗത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതായി ഞാൻ കാണുന്നു. ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ് കി ജയ്. ജഗന്നാഥ് മിശ്ര ഭൂമിയിലുള്ള സകലരാലും ആദരിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ജീവിതാവശ്യങ്ങളെല്ലാം നൽകപ്പെടുകയും ചെയ്തു. അതുപോലെ സച്ചിമാതാവ് അനേകം ദേവന്മാർ ബഹിരാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും മഹാപ്രഭുവിനെ ഗർഭം ധരിച്ചതിന്റെ പേരിൽ മാതാവിനെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും ആയും കണ്ടു. ശ്ലോകം 84. ജഗന്നാഥ മിശ്ര കഹേ സ്വപ്നയെ ദേഖില ജ്യോതിർമയധാമോര ഹൃദയെ പശില. ജഗന്നാഥ മിശ്ര അപ്പോൾ മറുപടി പറഞ്ഞു, ഭഗവാന്റെ തേജസാർന്ന ധാമം എന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതായി ഒരു സ്വപ്നത്തിൽ ഞാൻ കണ്ടു. ശ്ലോകം 85. അമാര ഹൃദയ ഹൈത്തേ ഗേള തുമാര ഹൃദയേ ഹേന വൃച്ചി ജന്മിബേന കോന മഹാശയേ. എന്റെ ഹൃദയത്തിൽ എന്ന് അത് നിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു, അതിനാൽ ഒരു മഹാവ്യക്തി ഉടനെ ജന്മമെടുക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ശ്ലോകം 86. ഏതബലി ദുൻഹേരഹേ ഹരഷിതഹന സാളഗ്രാമ സേവാകരേ വിശേഷകരീയ. ഈ സംഭാഷണത്തിന് ശേഷം അവരിരുവരും ആനന്ദപൂർണരാകുകയും അവരൊരുമിച്ച് ഗ്രഹത്തിലെ സാളഗ്രാമശിലയിലേക്ക് വിശേഷ സേവനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ് കി ജയ്. ഓരോ ബ്രാഹ്മണന്റെയും ഗൃഹത്തിൽ പൂജിക്കുന്നതിനായി ഓരോ സാളഗ്രാമശില നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഈ സമ്പ്രദായം ഇപ്പോഴും നിലവിലുണ്ട്. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവർ നിർബന്ധമായും സാളഗ്രാമശിലയെ പൂജിക്കണം. ദൗർഭാഗ്യവശാൽ കലിയുഗത്തിന്റെ പ്രഭാവത്താൽ ബ്രാഹ്മണ പറയപ്പെടുന്നവർ അവരുടെ കുലത്തിൽ വളരെയധികം അഭിമാനിക്കാറുണ്ടെങ്കിലും സാളഗ്രാമശില പൂജ ചെയ്യാറില്ല. എന്നാൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലും സാളഗ്രാമ ആരാധന നടത്തുന്നത് സ്മരണാതീത കാലം മുതലേയുള്ള ഒരു സമ്പ്രദായമാണ്. ഞങ്ങളുടെ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ സാളഗ്രാമശില ആരാധന ഏർപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന കുറെ അംഗങ്ങളുണ്ട്. പക്ഷേ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം അംഗങ്ങളും ബ്രാഹ്മണ ജാതിയിൽ നിന്നൊക്കെയാണ്. അല്പകാലം കഴിയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ബ്രാഹ്മണീയ സദാചാരങ്ങളിൽ നിഷ്ഠയുള്ളവരായി കഴിഞ്ഞെന്ന് ബോധ്യമാകുമ്പോൾ സാളഗ്രാമശില ആരാധന ഏർപ്പെടുത്തും. ഈ യുഗത്തിൽ സാളഗ്രാമ പൂജ ഭഗവാന്റെ ദിവ്യനാമ ഇത്രത്തോളം പ്രാധാന്യമുള്ളത് അല്ല. അതാണ് ശാസ്ത്രാനുശാസനം. ഹരേ നാമ ഹരേ നാമ ഹരേ നാമ ഇവ കേവലം കലോ നാസ്തേവ 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 എതിർ അന്യത. ദിവ്യനാമ അപരാധരഹിതമായി ജപിക്കുന്നതിലൂടെ ഒരുവൻ പരിപൂർണനാകുമെന്നാണ് ശ്രീല ജീവഗോസ്വാമിയുടെ അഭിപ്രായം. എന്നിരുന്നാലും മനസ്സ് ശുദ്ധീകരിക്കുന്ന ക്ഷേത്ര വിഗ്രഹ ആരാധനയും ആവശ്യമാണ്. പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുമ്പോൾ ഒരുവന് സാളഗ്രാമ പൂജ സ്വീകരിക്കാം. ജഗന്നാഥ് മിശ്രയുടെ ഹൃദയത്തിൽ നിന്ന് ശചിമാതാവിന്റെ ഹൃദയത്തിലേക്കുള്ള ഭഗവാന്റെ മാറ്റം ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഇപ്രകാരം വിശദീകരിക്കുന്നു. ജഗന്നാഥ് മിശ്രയും ശചിമാതാവും നിത്യസിദ്ധ വിഭാഗത്തിൽപ്പെട്ടവരായി പരിഗണിക്കപ്പെടണം. അവരുടെ ഹൃദയങ്ങൾ സദാ മാലിന്യമുക്തമാണ്. അതിനാൽ അവർ ഒരിക്കലും പരമദിവ്യോത്ത പുരുഷനായ ഭഗവാനെ വിസ്മരിക്കുന്നില്ല. ഈ ലോകത്തിലെ ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയം മലിനപ്പെട്ടതാണ്. അതിനാൽ അവൻ അതീന്ദ്രിയ തലത്തിലേക്ക് എത്താൻ ആദ്യം അവന്റെ ഹൃദയം ശുദ്ധീകരിക്കണം. എന്നാൽ ജഗന്നാഥ് മിശ്രയും ശചിദേവിയും മലിനപ്പെട്ട ഹൃദയങ്ങളുള്ള സാധാരണ പുരുഷനും സ്ത്രീയും ആയിരുന്നില്ല. ഹൃദയം മാലിന്യമുക്തമാകുമ്പോൾ അത് വാസുദേവാസ്തിത്വത്തിന്റെ തലമാകും. വാസുദേവ സത്വമെന്ന ഈ തലത്തിലുള്ള വ്യക്തിക്ക് അതീന്ദ്രിയനായി സ്ഥിതി ചെയ്യുന്ന വാസുദേവന്റെ അഥവാ കൃഷ്ണന്റെ ജന്മഹേതു ആകാൻ കഴിയും.
സച്ചിദേവി ഗർഭവതിയായത് ഒരു സാധാരണ സ്ത്രീ ഇന്ദ്രിയ വിനോദത്തിലൂടെ ഗർഭവതിയാകുന്നത് പോലെയല്ലെന്ന് മനസ്സിലാക്കണം. സച്ചിദേവിയുടെ ഗർഭധാരണം ഒരു സാധാരണ സ്ത്രീയുടേതുപോലുള്ള ഗർഭധാരണമാണെന്ന് ആരും കരുതരുത്. അത് അപരാധമാണ്. ഒരുവൻ ആത്മീയ ബോധത്തിൽ യഥാർത്ഥ പുരോഗതി കൈവരിക്കുകയും ഭക്തിയുത സേവനത്തിൽ മുഴുകുകയും ചെയ്യുമ്പോൾ അവന് ശച്ചിമാതാവിന്റെ ഗർഭധാരണം മനസ്സിലാക്കാൻ കഴിയും. ശ്രീമദ് ഭാഗവത്തിൽ 10:2-16 പറയുന്നു: ഭഗവാനപി വിശ്വാത്മാ ഭക്താനാം അഭയങ്കരാം അവിവേശാം ഭാഗേന മന ആനക ദുന്ദുഭേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം സംബന്ധിച്ച ഒരു പ്രസ്താവനയാണിത്. ഭഗവാന്റെ അവതാരം വാസുദേവന്റെ മനസ്സിൽ പ്രവേശിക്കുകയും പിന്നീട് ദേവകിയുടെ മനസ്സിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ശ്രീധരസ്വാമി താഴെ പറയുന്ന വിശദീകരണം നൽകുന്നു: മന ആവിവേശ മനസി ആവിർഭുവേ ജീവാന ഇവ നാ ധാതു സംബന്ധ. ഇതി അർത്ഥ ഒരു സാധാരണ മനുഷ്യജീവിയുടെ ജനനത്തിന് ശുക്ലസ്കരണം അനിവാര്യമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യം ആനക ദുന്ദുഭിയുടെ, അതായത് വസുദേവന്റെ മനസ്സിലാണ് ആവിർഭവിച്ചതെന്ന് പിന്നീട് ദേവകിയുടെ മനസ്സിലേക്ക് മാറ്റപ്പെടുകയായിരുന്നെന്നും ശിലരൂപ ഗോസ്വാമിയും ഇത് സംബന്ധിച്ച് അഭിപ്രായപ്പെടുന്നു. അപ്രകാരം ദേവകിയുടെ ആത്മീയ നിർവൃത്തി ക്രമാനുഗതമായി വർത്തിച്ചു. ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാകുന്നത് വരെ ഓരോ രാത്രിയിലും വലുതാകുന്നത് പോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവിർഭാവ സമയത്ത് അവിടുന്ന് ദേവകിയുടെ മനസ്സിൽ നിന്ന് കംസന്റെ കാരാഗൃഹത്തിൽ ദേവകിയുടെ ശയ്യക്കരികിൽ പ്രത്യക്ഷനായി. ആ സമയത്ത് തന്റെ കുട്ടി ഇപ്പോൾ ജനിച്ചതാണെന്ന് ദേവകിക്ക് യോഗമായയുടെ ശക്തി മൂലം തോന്നി. ഇക്കാര്യത്തിൽ സ്വർഗലോകത്തെ ദേവന്മാരും അന്താളിച്ചു. ഭാഗവത്തിൽ 1:1 പ്രസ്താവിച്ചിട്ടുള്ള പോലെ മുഹ്യന്തിയത് സൂരേഹ. പരമോന്നതനായ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിലായിരുന്നെന്ന് കരുതിയ അവർക്ക് ദേവകിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ വന്നു. ദേവന്മാർ അവരുടെ ലോകത്തു നിന്ന് മധുരയിലേക്ക് വന്നു. ഊർത്തലോകങ്ങളിലെ സ്വർഗലോകത്തേക്കാൾ പ്രാധാന്യം എപ്പോഴും മധുരയ്ക്കുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. യശോദയുടെ നിത്യപുത്രൻ എന്ന നിലയിൽ കൃഷ്ണ ഭഗവാൻ എല്ലായ്പ്പോഴും വൃന്ദാവനത്തിൽ സന്നിഹിതനാണ്. കൃഷ്ണ ഭഗവാന്റെ ലീലകൾ ഒരേ സമയം ഭൗതിക ലോകത്തിലും ആധ്യാത്മിക ലോകത്തിലുമായി നടക്കുന്നു. അത്തരം ലീലകളിൽ താൻ യശോദ മാതാവിന്റെയും നന്ദമഹാരാജാവിന്റെയും ശാശ്വതനായ പുത്രനാണെന്ന് ഭഗവാൻ സ്വയം ചിന്തിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 6-ാം അധ്യായത്തിൽ 41-ാം ശ്ലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു: ഒരു യാത്രയ്ക്ക് ശേഷം മടങ്ങി വന്ന ഉദാരമതിയും വിശാലഹൃദയനുമായ നന്ദഗോപൻ കൃഷ്ണനെ എടുത്ത് മടിയിലിരുത്തി അവന്റെ ശിരസ് മുകർന്ന് അതീന്ദ്രിയ നിർവൃത്തി അനുഭവിച്ചു. അതുപോലെ 9-ാം സ്കന്ധം 9-ാം അധ്യായം 21-ാം ശ്ലോകത്തിൽ പറയുന്നു: ഒരു ഇടയ പെൺകുടിയുടെ പുത്രനായി പ്രത്യക്ഷപ്പെടുന്ന ഈ സർവേശ്വരൻ ഭക്തന്മാർക്ക് അനായാസം ലഭ്യനും ഗ്രാഹ്യനുമാണ്. എന്നാൽ കഠിനവ്രതങ്ങളിലും തപസ്യകളിലും അത്യന്തം ഉന്നതിയിലുള്ളവരാണെങ്കിൽ പോലും, അഥവാ മഹാദാർശനികരാണെങ്കിലും പോലും ദേഹാത്മബോധത്തിൽ ജീവിക്കുന്നവർക്ക് അവിടുന്ന് അറിയാനാവില്ല. ശില ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അടുത്തതായി ദേവകിയുടെ ഗർഭത്തിലായിരുന്ന കൃഷ്ണന് ദേവന്മാർ നടത്തിയ പ്രാർത്ഥനകൾ പ്രതിപാദിക്കുകയും കൃഷ്ണന്റെ ജന്മം സംഗ്രഹിച്ചെഴുതുകയും ചെയ്ത ശ്രീപാദ ബലദേവ വിദ്യാഭൂഷണനെ ഉദ്ധരിക്കുന്നു: ഉദയചന്ദ്രൻ പൂർവ്വദിക്കിൽ പ്രകാശം പരത്തുന്ന പോലെ എല്ലായ്പ്പോഴും അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ശൂരസേനന്റെ പുത്രനായ വസുദേവനാൽ കൃഷ്ണമന്ത്രത്തിലേക്ക് ദീക്ഷ നൽകപ്പെട്ട ദേവകി കൃഷ്ണനെ അവളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. വസുദേവന്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങി ഭഗവാൻ സ്വയം ദേവകിയുടെ ഹൃദയത്തിൽ ആവിർഭവിച്ചെന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നു. ശില ബലദേവ വിദ്യാഭൂഷന്റെ അഭിപ്രായം അനുസരിച്ച് ദേവകിയുടെ ഹൃദയം എന്നാൽ ദേവകിയുടെ ഗർഭം എന്നാണ് അർത്ഥം. കാരണം ശ്രീമദ് ഭാഗവതം 10:2-41 ദേവന്മാർ പറയുന്നു: ദിഷ്ട്യാം ദേവകി മാതാവേ, പരമപുരുഷൻ ഭഗവതിയുടെ ഗർഭപാത്രത്തിൽ തന്നെ ദേവന്റെ ഹൃദയത്തിൽ ഇവിടുന്ന് ദേവകിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ് അർത്ഥം. അതുപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവം സംബന്ധിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ വിവരിച്ചിട്ടുള്ള വിശേഷേ സേവന കരേ ഗോവിന്ദ ചരണ, അവർ
ഗോവിന്ദന്റെ ചരണകമലങ്ങളെ വിശേഷിച്ച് ആരാധിക്കാൻ ആരംഭിച്ചു എന്ന വാക്കുകൾ ശരിക്കും കൃഷ്ണൻ വസുദേവന്റെ ഹൃദയത്തിലൂടെ ദേവകിയുടെ ഹൃദയത്തിൽ പ്രത്യക്ഷനായെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ചൈതന്യ ഭഗവാൻ ജഗന്നാഥ മിശ്രന്റെ ഹൃദയത്തിലൂടെ സച്ചീദേവിയുടെ ഹൃദയത്തിൽ പ്രത്യക്ഷനായി. മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന്റെ രഹസ്യം ഇതാണ്. അതിനാൽ ചൈതന്യ ഭഗവാന്റെ ആവിർഭാവം ഒരു സാധാരണ മനുഷ്യന്റെ ജനനം പോലെയാണെന്ന് നാം ചിന്തിക്കരുത്. ഈ പ്രതിപാദ്യ വിഷയം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാർക്ക് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയാൽ നൽകപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ബോധ്യപ്പെടാൻ ഒട്ടും തന്നെ പ്രയാസമുണ്ടാവില്ല. ഹരേ കൃഷ്ണ. വായിക്കണമത്. ഹരേ കൃഷ്ണ പ്രഭു. 100 വരെ വായിക്കണം. ഹരേ കൃഷ്ണ. ഇല്ല, ഹരേ കൃഷ്ണ. മേ ബി എക്സ്പ്ലെയിൻ എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം മാത്രം തോന്നി. ഈ 83-ാമത്തെ ശ്ലോകമില്ലേ, ആ അത്ഭുതകരമായ തേജസ്സുള്ള മനുഷ്യജീവികൾ ആകാശമാർഗത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതായി ഞാൻ കാണും അല്ലേ? സോ അതായത് പല ദേവതമാരും അവിടെ വരികയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സമയത്ത് ആ മധുരയിലെ കാരാഗ്രഹത്തിൽ വന്നതുപോലെ പല ദേവതമാരും ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വരികയാണ്. ഒന്ന് ചോദിച്ചിട്ട് വരാമോ? സോ സാധാരണ ഒരു സർക്കാർ, ലൈക്ക് ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റോ അങ്ങനെ ഒരു വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി വരുന്ന സമയത്ത് അവിടുത്തെ പ്രോട്ടോകോൾ ആണ് അല്ലെ? അവിടുത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വരണം, അതുപോലെ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ ഈ ഒരു കേഡറിലുള്ള ഒരാൾ വന്ന് സ്വീകരിക്കണം. ഇങ്ങനെയൊക്കെ പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലെ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. പക്ഷെ ഇവിടെ പ്രോട്ടോകോൾ കൊണ്ട് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ഭഗവാൻ അവതരിക്കുമ്പോൾ കൃഷ്ണന്റെ അവതാരമാണെങ്കിലും ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരമാണെങ്കിലും എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താ പറയുക, ഒരു പ്രോട്ടോകോളോ ഒരു നിയമം കൊണ്ടോ ഒരു നിർബന്ധം കൊണ്ടോ മാത്രമല്ല, അവർ സ്നേഹം കൊണ്ടാണ് വരുന്നത്. അവർക്ക് കാണണം അല്ലേ ഭഗവാൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു മൂഡ് ഡിഫറൻസിന്റെ കാര്യം ഒന്ന് ആലോചിക്കുകയായിരുന്നു. എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ അവർക്ക് ആകാംക്ഷയോടെ അതിൽ സന്നിഹിതനായി. അതെ അതെ. ഓക്കെ, ഞാൻ മ്യൂട്ടിൽ പോവാണ്. സോ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇവിടെ ഇതേപോലെ കൃഷ്ണന്റെ ആവിർഭാവവും ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവവും തമ്മിൽ ആ ഒരു സാമ്യം, ആ ഒരു കമ്പാരിസൺ ഇവിടെ കാണും. മധുരയില് ഒരു ഭരണമാരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രഭു ഇപ്പൊ പറഞ്ഞ പോലെ ദേവന്മാരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃഷ്ണലീലയിലും കാണുന്നു. അതേപോലെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് ജഗന്നാഥ മിശ്ര അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നു, പിന്നെ സച്ചി മാതാവിന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ വന്നു എന്നുള്ള കാര്യങ്ങൾ ശ്ലോകത്തിൽ തന്നെ നമ്മൾ കണ്ടു. അത് തന്നെ പ്രഭുപാദരുടെ ഭാഗവതത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അല്ലെ, എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ വസുദേവരുടെ ഹൃദയത്തിൽ നിന്ന് ദേവകി മാതാവിന്റെ ഹൃദയത്തിലേക്ക് വന്നത്. അത് 2 വിധത്തില് പൂർവാചാര്യന്മാരുടെ എക്സ്പ്ലനേഷൻസ് ചേർത്ത് പറയും. സോ അതേപോലെ തന്നെ ഭഗവാനിപ്പോ സാധാരണ ഒരു മനുഷ്യനെ പോലെ തോന്നിക്കുന്നതായിട്ട് അവതാരം എടുത്താലും അങ്ങനെയല്ല എന്നുള്ള കാര്യം ഭഗവാന്റെ ആവിർഭാവം
ഈ ജന്മകർമ്മച്ചമേ ദിവ്യം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ജന്മ സാധാരണമായിട്ടുള്ള ഒരു ജനനമല്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം അല്ലേ? അതെ. നമ്മുടെ 86-ാമത്തെ ശ്ലോകത്തിന്റെ പർപ്പറ്റില് അത് പ്രഭുപാദർ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. മാതാജി ആനന്ദ എന്താണ് ആനക്ക തുന്തുബി എന്താണ് അങ്ങനെ വസുദേവരുടെ പേരാണിത്. വസുദേവരുടെ ജനന സമയത്ത് ഈ ദുന്ദുബിയൊക്കെ മുഴങ്ങിയിരുന്നു. ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഭക്താണ്. അപ്പൊ അദ്ദേഹത്തിന് ആനക്ക ദുന്ദുബി എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. പേരുണ്ട്. അതായത് വസുദേവര് ജനിച്ചപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരാണ് ആനക്ക ദുന്ദുബി. ആ പേര് ഇവിടെ പറയാൻ കാരണം ഭാഗവതത്തിലെ ശ്ലോകത്തില് ആ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മന ആനകദുന്ദുബെ. ആനകദുന്ദുബിയുടെ അതായത് വസുദേവരുടെ ഹൃദയത്തിലാണ്, മനസ്സിലാണ് ആദ്യം ഭഗവാൻ ആവിർഭവിച്ചത് എന്നുള്ളത്. ഇതിവിടെ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തിൽ നിന്ന് ദേവകി മാതാവിന്റെ ഹൃദയത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കൃഷ്ണ മന്ത്രം വസുദേവർ ദേവയ്ക്ക് പറയുന്നു എന്നുള്ള ആ ഒരു രീതിക്ക് ഭഗവാന്റെ ആ ഒരു പ്രസൻസ് മനസ്സിലുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. മനസ്സിൽ നിന്ന് ഭഗവാൻ പ്രകടമായതാണ് ആ കാരാഗ്രഹത്തിൽ. പക്ഷെ യോഗമായയുടെ ശക്തി കാരണം ദേവിക്ക് ഇപ്പൊ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളതാണ് തോന്നിയത് എന്ന് പറയുന്നു അല്ലേ? അതൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇത് അതെ, ആ പറയുന്ന ആ ഭാഗത്തില്. പക്ഷെ അതേസമയം ദേവന്മാരൊക്കെ ദേവകി ദേവിയുടെ ഗർഭത്തില് ഭഗവാൻ കൃഷ്ണൻ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ വന്ന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും കാണും. അപ്പോ അതും ആ ഒരു രീതിക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതായത് ദേവകിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ദേവകിയുടെ ഗർഭത്തിനുള്ളിൽ ഭഗവാൻ പ്രവേശിച്ചു എന്നും വേണമെങ്കിൽ പറയാം, വസുദേവരുടെ മനസ്സിൽ നിന്ന്, അല്ലെ? അതും പറയുന്നുണ്ട് ഇവിടെ അടുത്ത പാരഗ്രാഫിൽ. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ബലദേവ് വിദ്യാഭൂഷൺ ശ്രീപദ് ബലദേവ് വിദ്യാഭൂഷണെ കോട്ട് ചെയ്തിട്ട് അതും പറയുന്നുണ്ട്. സോ എങ്ങനെ വിചാരിച്ചാലും ഭഗവാൻ സാധാരണ ഒരു ജന്മമല്ല. ഭഗവാന്റെ സാധാരണ കുട്ടികൾ ജനിക്കുന്ന പോലെ ഒരു ജന്മമല്ല എന്ന് പറയുന്നുണ്ട്. നിത്യസിദ്ധരായിട്ടുള്ള ഭഗവാന്റെ പ്യോർ ഡിവോട്ടീസ്, ശുദ്ധഭക്തരായിട്ടുള്ള ഭഗവാൻ തന്നെ തന്റെ മാതാപിതാക്കളായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഭക്തരുടെ ഹൃദയത്തിൽ നിന്നാണ് ആവിർഭവിക്കുന്നത് എന്നുള്ളത് പറയുന്നു. പ്രഭുപാദർ അത് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഭക്തർക്ക് ഇത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുന്നത്. അതായത് ദിവ്യമായിട്ടുള്ളതാണ് ഭഗവാന്റെ ജനനവും ആക്ടിവിറ്റീസും ലീലകളും എന്നുള്ളത് ഭക്തർക്കേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് നമുക്ക് വേണമെങ്കിൽ അല്ലേ ദേഹാത്മബോധത്തിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ഇത് ഭാഗവതത്തിൽ നിന്ന് എടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആവിർഭാവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പർപ്പറ്റിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേ കാര്യം ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസിനും അപ്ലിക്കബിൾ ആണ്. അതേപോലെയാണ് ഇവിടെ പറയുന്നത്. ജഗന്നാഥ് മിശ്ര അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ശച്ചി മാതാവിന്റെ ഹൃദയത്തിലേക്ക് മഹാപ്രഭു വരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അത് തന്നെ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിലും നമുക്ക് അതേപോലെ മനസ്സിലാക്കാം. This is the mystery of the appearance of Lord Chaitanya Mahaprabhu.
വേറെന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ഈ ഹരേ ഹൃദയം കൃഷ്ണ. മാലിന്യമുക്തമാകുമ്പോൾ അത് വാസുദേവ അസ്തിത്വത്തിന്റെ തലമാകും. അതായത് വസുദേവ സത്വം. അത് എന്താണ്? പ്യുർ ശുദ്ധ സത്വം എന്നുള്ളതിന് ശുദ്ധ സത്വം വേറൊരു അവസ്ഥ. പേരാണ് വസുദേവ സത്വം എന്നുള്ളത്. അതാണ് ശുദ്ധ വസുദേവ സത്വം നമ്മൾ അസ്തിത്വം പറയുന്നത്. അല്ലേ? അതെ അതെ. അതുപോലെ തന്നെ വേറെ പാരഗ്രാഫിലും പറയുന്നത് ദേഹാത്മബോധത്തിൽ ജീവിക്കുന്നവർക്ക് അവിടുന്ന് അറിയാനാവില്ല. അതെ. അപ്പൊ സാധാരണ ഭക്തിയിൽ വന്നുകൊണ്ടൊന്നും ഭഗവാനെ അറിയാൻ സാധിക്കില്ല എന്നാണ് അല്ലേ? ശുദ്ധ ദേഹാത്മബോധം ഭക്തരുടെ വിട്ടാൽ വാക്കുകൾ അതേപോലെ നമ്മൾ സ്വീകരിക്കാം. അതെ അതെ അറ്റ്ലീസ്റ്റ് അതെ അത് അതെ നമുക്ക് നമ്മളിപ്പോഴും ചെയ്യാമല്ലോ. സ്വീകരിക്കാം. ആത്മബോധത്തിൽ നിന്ന് വിട്ടാൽ മാത്രമേ അത് മനസ്സിലാവൂ എന്ന് പറയുമ്പോ അത്രയും ഹയസ്റ്റ് ലെവലിൽ എത്തണം ഭഗവാനെ മനസ്സിലാക്കാനല്ലേ? ഹരേ കൃഷ്ണ. അതെ. ഇപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ഗുരു സാധു ശാസ്ത്രത്തിന്റെ വാക്കുകൾ അങ്ങനെ സ്വീകരിക്കാം എന്നുള്ളത്. അതെ. പിന്നെ പറയുന്നു ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, ഭഗവാന്റെ ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമില്ലാതെ ഈ രഹസ്യം. അത് പറയുന്നുണ്ട്. ശരിയാണ്. ബുദ്ധിമുട്ടാണെങ്കിലും ഭഗവാന്റെ ഭക്തനായവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് പ്രഭുപാദരുടെ വാക്കുകളിലൂടെ ഈ പർപ്പസിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശുദ്ധസത്വത്തിലേക്ക് ഉയർന്നവർക്ക്, ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് അതിൽ കഴിയുന്നു മനസ്സിലാക്കും. പിന്നീട് ഒരു പോയിന്റ് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മ സമയത്ത് ഉന്നത ലോകങ്ങളിൽ നിന്നും ദേവന്മാരെല്ലാം വന്നവിടെ പ്രാർത്ഥന നടത്തിയിരുന്നു. അപ്പൊ അതുകൊണ്ട് മധുരയ്ക്ക് ആ ഉന്നത ലോകങ്ങൾക്കും അപ്പുറത്തുള്ള സ്ഥാനമാണ് നൽകിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. നമ്മള് ഉപദേശാമൃതത്തിൽ കാണാറുള്ളത് അതുപോലെ ഇതിനൊട്ടും പറയുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ ഓർത്ത ദേവന്മാരും ഒക്കെ ഭഗവാന്റെ ജന്മത്തിന് വേണ്ടി കാത്തിരുന്നു, ഇതൊക്കെ ചെയ്തു. എന്നാലും മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ദേവന്മാർക്ക് വേണ്ടി ഭഗവാൻ കാത്തിരുന്നു എന്ന് പറയണില്ലല്ലോ. പക്ഷെ ആൾക്കാർക്ക് എന്നാലും ദേവന്മാരാണ് വലുത്, ദേവിയാണ് വലുത് എന്നാണ് ചിന്ത. ഭഗവാന്റെ ജന്മത്തിന് മാത്രമല്ലേ അത്രയും പ്രത്യേകതകൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദേവന്മാരൊക്കെ പ്രത്യക്ഷപ്പെട്ട് പുഷ്പവൃഷ്ടി നടത്തുക, ഗ്രഹങ്ങളൊക്കെ നല്ല ഉച്ചസ്ഥായിയിൽ വന്ന് നിൽക്കുക, ഇതൊക്കെ ഉണ്ടായത് ഭഗവാന്റെ ജന്മസമയത്തല്ലേ. അപ്പൊ എങ്ങനെയായാലും പരമദിവ്യത്വം പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷെ വിശ്വാസം വരണ്ടേ മാതാജി? അത് രഹസ്യമാണല്ലോ, അതാണല്ലോ രഹസ്യം. രഹസ്യമാണ്. പിന്നെ അത്രയും വിശ്വാസവും മനുഷ്യനില്ല, അതാണ്. അതെ. അതുകൊണ്ടാണ് ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോവേത്തി തത്വതഃ അല്ലെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, ഭഗവാന്റെ അടുത്ത് പോവാം എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കാന്ന് പറയുമ്പോ അത് പ്രഭുപാദർ കൂടെ നമുക്ക് തന്നിട്ടുള്ളത് പോലെ ശുദ്ധ ഭക്തർ അത് റിയലൈസ് ചെയ്തവരാണ്, ഉണർന്നവരാണ്. നമ്മള് അത് നമ്മളെ എന്താ പറയാ, തിയറിറ്റിക്കലി അവർ പറയുന്ന വാക്കിനെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അത് റിയലൈസ് ചെയ്യാൻ പറഞ്ഞ പോലെ കുറച്ച് ദൂരം അല്ലെ, ഈ പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. ജസ്റ്റ് ടു പ്യൂരിഫൈ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. 87 ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരികൃഷ്ണ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? വേറെ വായിച്ചോളൂ. വായിക്കാം. 87 ഹരേ കൃഷ്ണ. ഹൈതേ ഹൈതേ ഹൈലഗർഭ ത്രയോദശമാസ തഥാപി ഭൂമിഷ്ഠാനഹേ മിശ്രേരഹൈലത്രാസ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഈ വിധത്തിൽ ഗർഭം 13-ാം മാസത്തിൽ എത്തിയിട്ടും കുട്ടിയെ പ്രസവിക്കുന്നതിന്റെ ലക്ഷണമൊന്നും കണ്ടില്ല. അതിനാൽ ജഗന്നാഥ മിശ്ര വല്ലാതെ ആശങ്കാകുലനായി. ശ്ലോകം 88. ശ്രീല പ്രഭുപാദിക്ക് ജയ്. നീലാംബര ചക്രവർത്തി കഹീലഗണീയ ഏ മാസേ പുത്ര ഹബേ ശുഭക്ഷണപാന.
വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. നീലാംബര ചക്രവർത്തി മഹാപ്രഭുവിന്റെ പിതാമഹൻ അപ്പോൾ ജ്യോതിശാസ്ത്ര പ്രകാരം ഗണിച്ച ശേഷം ആ മാസം തന്നെ ഒരു ശുഭമുഹൂർത്തം പ്രയോജനപ്പെടുത്തി കുഞ്ഞ് ജന്മമെടുക്കുമെന്ന് പറഞ്ഞു. ശ്ലോകം 89 ശ്രീല പ്രഭുപാദിക്ക് ജയ്. ചൗഥ ശതസാദശകേ മാസയേ ഫാൽഗുന പൗർണമാസീര സന്ധ്യാകാലേ ഹൈലേ ശുഭക്ഷണ. വിവർത്തനം. അപ്രകാരം ശ്രീല പ്രഭുപാദിക്ക് ജയ്. അപ്രകാരം ശകാബ്ദം 1407 AD 1486 ഫാൽഗുന മാസത്തിൽ ഫെബ്രുവരി മാർച്ച് പൗർണമി നാളിൽ സന്ധ്യാനേരത്തെ ആ ശുഭമുഹൂർത്തം ആഗതമായി. ഭാവാർത്ഥം. ശ്രീല ഭക്തിവിനാഥ ഠാക്കൂർ അമൃത പ്രവാഹ ഭാഷ്യത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജാതകം ഇപ്രകാരം കൊടുത്തിരിക്കുന്നു. അതിന് ശകവർഷത്തെക്കുറിച്ചും അതിന്റെ ദിനങ്ങളെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഭക്തിവിനാഥ അത് വായിക്കണോ മാതാജി? ശക 1407 10 22 28 45 ദിനം അല്ലേ? അതെ 7 11 8 കൊടുത്തിട്ടുണ്ട്. 15 54 38 40 37 40 13 6 23. ഭക്തി വിനോദ ഠാക്കൂർ നൽകിയിട്ടുള്ള ജാതക വിശകലനം അനുസരിച്ച് മഹാപ്രഭുവിന്റെ ജനനസമയത്തെ ഗ്രഹങ്ങളുടെ നില താഴെപ്പറയും പ്രകാരമാണ്. ശുക്രൻ മേടൻ രാശിയിലെ അശ്വിനി നക്ഷത്രത്തിലും അഥവാ അശ്വതി നക്ഷത്രത്തിലും. അതിന്റെ അക്കങ്ങളുടെ നില ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജനനസമയത്തിന്റെ ശകവർഷ ദിനങ്ങളെ കുറിക്കുന്നു. ശകാബ്ദത്തിന്റെ 1407 വർഷങ്ങൾ കടന്നുപോയി. അത് 1408 വർഷമായിരുന്നു. ആ വർഷത്തെ 10 മാസങ്ങൾ കടന്നുപോയി. അത് 11-ാം മാസമായിരുന്നു ഫാൽഗുന മാസം. ഫാൽഗുനത്തിന്റെ 22 ദിവസങ്ങൾ കടന്നുപോയി. അത് 23-ാമത്തെ ദിവസമായിരുന്നു. സൂര്യോദയത്തിന് ശേഷം 28 ഘടികവും 11 മണിക്കൂർ 12 മിനിറ്റ് 45 പലസും 18 മിനിറ്റ് കടന്നുപോയി. അത് സൂര്യാസ്തമനത്തിന് തൊട്ട് പുറകെ ആയിരുന്നു. അക്കങ്ങളുടെ വർഗം ജനനസമയം സംബന്ധിച്ച് ജ്യോതിശാസ്ത്രപരമായ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. കേതു ചിങ്ങൻ രാശിയിലെ ഉത്തര ഫാൽഗുനിയിലും ഉത്രത്തിലും, ചന്ദ്രൻ പൂർവ്വ ഫാൽഗുനി പൂരത്തിലും, ശനി വൃശ്ചിക രാശിയിലെ ജ്യേഷ്ഠ കേട്ടയിലും, ബൃഹസ്പതി വ്യാഴം ധനുരാശിയിലെ പൂർവാഷാഢത്തിലും പൂരാടം, ചൊവ്വ മകരം രാശിയിലും ശ്രവണ നക്ഷത്രത്തിലും തിരുവോണം, രവി കുംഭൻ രാശിയിലെ പൂർവഭാദ്രപദത്തിലും പൂരിട്ടാതി, രാഹു പൂർവഭാദ്രപാദത്തിലും, ബുധൻ മീനൻ രാശിയിലെ ഉത്തരഭാദ്രപാദത്തിലും, ഭാദ്രപാദത്തിലും ഉത്രട്ടാതി ലഗ്നം ചിങ്ങവുമായിരുന്നു. വായിക്കണോ മാതാജി ശ്ലോകം 90? അതോ അതിനെക്കുറിച്ച് പറയുന്നോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ 89ഉം 90ഉം ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. നമുക്കിവിടെ 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് ഊർമിള സേവിനി മാതാജി, വേറൊന്ന് ഇപ്പോ ഇവിടെ അനിലപതി ഗോവിന്ദ പ്രഭു ഉണ്ട്. രണ്ടുപേരും ജ്യോതിഷത്തിന്റെ ആൾക്കാരാണ്. അപ്പോ ഈ 89ഉം 90ഉം ഊർമിള മാതാജി ഉണ്ട്. ഇതൊന്ന് വിവരിച്ചു തന്നാൽ വലിയൊരു കാര്യമായി. ഹരേ കൃഷ്ണ. പ്രഭു അതിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പ്രഭു. അതിൽ ഇനി എന്താ പറയാനുള്ളേ? അല്ലെ, ഒന്നും വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അതെ. അത് ജ്യോതിഷപരമായിട്ട് തന്നെ ഇത് തന്നെ എനിക്കും പറയാൻ പറ്റുള്ളൂ പ്രഭു. വേണമെങ്കിൽ വരച്ച് കടിക്കാം അല്ലെ? അതെ, അത് വരച്ച് അത് വെറുതെ അങ്ങനെ പറയുന്നത് കൊണ്ടൊന്നും അറിയാൻ ചാൻസ് ഇല്ല. മാർച്ച് 3-ാം തീയതി അറിയാം. മാർച്ച് 3-ാം തീയതി അറിയാം. ഗൗരവപൂർണിമയല്ലേ, അന്നറിയാം. ഒരു കാര്യം ചെയ്യാം, അനിലപതി പ്രഭു ഇവിടെ ഉണ്ട്. ഇതൊരു നിയോഗം എന്നുള്ള പോലെ പ്രഭു ഇവിടെ ഇന്നത്തെ ദിവസം ഉണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറയാൻ വേണ്ടിട്ടല്ല. ഹരേ കൃഷ്ണ. ഊർമിള മാതാജി എടുത്ത ഒരു ഡൗട്ട്. ബുധൻ മീനത്തിലാണ്, നീചരാശിയിലാണ് അല്ലേ? ഞാൻ ഇന്നലെ ചിന്തിച്ചു. പക്ഷെ നീചഭംഗ രാജയോഗം ഉണ്ടാവാം. അപ്പൊ അത് ഡബിൾ പവർ. നീചഭംഗ രാജയോഗം അല്ലേ? അതെ, അപ്പൊ അത് ഡബിൾ പവറാണ്. ചൊവ്വ ഉച്ചരാശിയിലാണ് അല്ലേ? ചൊവ്വ ഉച്ചരാശിയിലല്ലേ? മകരത്തില്.
രവി കുംഭത്തില്, ഉം, ഉം. രാഹു അതെ, പൂർവപാദത്തില്. രാഹു കുംഭത്തില് എവിടെ വരുന്നേ? കുംഭത്തില് ഇപ്പൊ ഏത് രാഹും ചിഹ്നത്തിലായി? രവി കൂടി യോഗം ചെയ്യുന്നുണ്ട്. ആ, വ്യാഴം ധനുരാശിയിൽ, ചിങ്ങം ലഗ്നം. സ്വക്ഷേത്രത്തിൽ. സ്വക്ഷേത്രം. അതെ, വെറുതെ ചന്ദ്രൻ നമുക്ക് ചിങ്ങത്തില്. ശരിക്കും ചിങ്ങത്തില്. ചന്ദ്രൻ ചിങ്ങത്തില്. ചിങ്ങത്തില്. അപ്പൊ നക്ഷത്രം പൂരം ഏതാ വന്നേ? നക്ഷത്രം. പൂരം നക്ഷത്രം. പൂരം. പൂരാടം. ആ, പൂരാടം ആവുമ്പോ കുംഭത്തില് വരണമല്ലോ. പൂരം. പൂരത്തില് വരും. ചിങ്ങരാശിയിൽ ഉത്തര നക്ഷത്രത്തിലല്ലേ? ഇല്ല, അല്ല, പൂരം എന്നാണ് വായിച്ചു. ഏതോ ഉണ്ടല്ലോ അവിടെ. പൂർവ്വ ഫാൽഗുനി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പൂരം എന്ന് വായിച്ചു പ്രഭു പർപ്പട്ടില്. ചന്ദ്രൻ ഫാൽഗുനി പൂരത്തിലാണ്. ശരിയാണ്, പൂരം നക്ഷത്രം. ഉം, കേതു യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് അതെ അല്ലേ? അതെ. ഭഗവാന് ഗുളികനില്ല. ഭഗവാന് ഗുളികനില്ല. ഭഗവാന് ഗുളികനില്ല. ലഗ്നം പറഞ്ഞിട്ടില്ല. പറഞ്ഞു തന്നാൽ ഉപകാരം. ഇല്ല, ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അതെ. ഓസ്പീഷ്യസ് ആയിട്ട് ഗ്രഹങ്ങള് ഇത് കാണുമ്പോ തന്നെ, ഈ ചാർട്ട് കാണുമ്പോ നമസ്കരിക്കണം എന്നാണ്. ഞങ്ങൾ ആസ്വദിക്കും. ഞങ്ങൾക്ക് ഗ്രഹനില അറിയണ്ട, ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ നില അറിഞ്ഞാൽ മതി. പ്രഭു കൃഷ്ണന്റെ അത് ഞാൻ പറയാം. കൃഷ്ണന്റെ ജാതകം എന്റെ കയ്യിലുണ്ട്. ഞാൻ ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ കാണിക്കാം. എന്തെങ്കിലും ഉണ്ട് മാതാജി? അത് ഉണ്ടല്ലേ? എന്തെങ്കിലും ഉണ്ട്. കാണിക്കാം. ഞാൻ എപ്പോഴും കൊച്ചുനാള് പോലും സൂക്ഷിച്ചു വെച്ചേക്കുക. 21 വയസ്സിൽ കിട്ടിയതാണ്. ജ്യോതിഷം പഠിച്ചവർക്കൊക്കെ അത് കിട്ടും. ഇവിടെ താങ്ക് യു. പറയുന്നത് എന്തായാലും മാതാജി ഉള്ളത് നന്നായി. ആ കൃഷ്ണ. ഗ്രഹനില മനസ്സിലേക്ക് വന്നു. അതാ പെട്ടെന്ന്. ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. നമുക്ക് അല്ല, നമസ്കരിക്കാൻ നമ്മള് പറ്റുള്ളൂ. ഗ്രഹത്തിന്റെ ഫലം പറയാം പ്രഭു. ഇവിടെ ഗ്രഹത്തിന്റെ ഫലം പറയാം. പ്രഭു പറയാമോ? ലഗ്നം സിംഹം. ചിങ്ങലഗ്നം. ലഗ്നത്തിൽ തന്നെ പ്രഭു പറയാമോ? ഇല്ല പ്രഭു, മാതാജി പറഞ്ഞു. മാതാജി എന്നേലും സീനിയറാണ്. ഇതില് വന്നിട്ട് ഫസ്റ്റ് ലഗ്നത്തിനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച് പറയുമ്പോ സാധാരണ ജനറലി ചന്ദ്രനെ കുറിച്ച് മനസ്സിനെയാ പറയുന്നത്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ രവിയുടെ ക്ഷേത്രത്തില് രവി എന്ന് പറയുന്നത് ആത്മകാരകനാണ്. ആത്മകാരകനും ഗുരു എന്ന് പറയുന്നത് ആത്മീയകാരകനുമാണ്. അപ്പൊ ആത്മകാരകനായ ചന്ദ്രൻ രവിയുടെ ക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ബുധൻ നീചനായി എന്ന് തോന്നുമെങ്കിലും നീചഭംഗ രാജയോഗം, ഭഗവാന് നീച എന്നുള്ള ഒരു ഗ്രഹമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നീചഭംഗ രാജയോഗം ചെയ്തു എന്ന് പറയുമ്പോൾ അതും ഗുരുവിന്റെ ക്ഷേത്രത്തിലാണെന്ന് പറയുമ്പോൾ ബുദ്ധി ഏത് നേരവും അനുകൂലമായതും ശരിയായ രീതിയിൽ അതായത് ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, കുബുദ്ധിയുണ്ട്. അപ്പൊ ഇവിടെ കുജൻ നീചനായി എന്ന് പറയുമ്പോൾ കുബുദ്ധി ബുധൻ സാധാരണ നമ്മൾ പൊതുവേ ഉള്ള സാധാരണ ഒരു ജീവാത്മാവിന്റെ ഒരു ജാതകത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബുധൻ നീചനായി എന്ന് പറയുമ്പോൾ ഒന്നിൽ കുബുദ്ധി ഉണ്ടാവും, ഇല്ലെങ്കിൽ ബുദ്ധി മാന്യം ഉണ്ടാവും എന്ന് പറയും. പക്ഷെ ഇവിടെ നീചഭംഗ രാജയോഗം രവിയുടെ ക്ഷേത്രത്തിലാകുമ്പോ ബുധന് പറയുമ്പോ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ഗുരുവിന് ആത്മീയകാരകൻ ആയ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആത്മീയമായ കാര്യങ്ങളിൽ മാത്രം അറിവുള്ള, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ ഇവിടെ ജ്യോതിഷപരമായിട്ട് പറയാൻ പറ്റും. നമ്മൾ ഭഗവാനാണെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം എനിക്ക് ചേർക്കാനുള്ള ഒരു അഡീഷണൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ബുധൻ ജ്ഞാനത്തിന്റെ കാരകനും കൂടിയാണ്. അതെ, ജ്ഞാനത്തിന്റെ കാരകനായിട്ടുള്ള ഭഗവാൻ അവിടെ വരുമ്പോ ആക്ച്വലി ഭഗവാന് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ജ്ഞാനത്തിന്റെ ഉറവിടം തന്നെ അദ്ദേഹമാണ്. അതുകൊണ്ട് ബുധന്റെ ആനുകൂല്യം നമുക്ക് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അല്ല, പൊതുവെ നമ്മൾ മനുഷ്യരായിട്ടും കൂടി കമ്പയർ ചെയ്ത് പറയുമ്പോഴല്ലേ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. അതെ. ഞാൻ ഇവിടെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ മാതാജി ഇവിടെ ലഗ്നത്തില് ആക്ച്വലി മനസ്സിന് ചന്ദ്രന് പാപയുക്തം ഉണ്ടല്ലോ അവിടെ. ചിങ്ങരാശിയിൽ കേതുണ്ട്. അപ്പൊ അത് അന്ന് അമാവാസിയാണെന്ന് പറയുന്നുണ്ട്. ഇല്ല, ഇത്
എന്താണ് അമാവാസ്യല്ല ഇല്ല, ആക്ച്വലി പൗർണമിയാണല്ലോ. ഭഗവാൻ പൗർണമിക്കല്ലേ ജനിക്കുന്നത്. പൗർണമിയാണ്. പൗർണമിയല്ല, അന്ന് ഇത് നടക്കുന്നുണ്ടല്ലോ ചന്ദ്രഗ്രഹണം. ഗ്രഹണം ആർക്കാ? ഗ്രഹണം നടക്കുന്നുണ്ട് അന്ന്. അതെ, അന്ന് അത് അവതരിക്കുന്ന ആർക്കുള്ളതാ? ഗ്രഹണം ജീവാത്മാവിനുള്ളതാണ്, ഗ്രഹങ്ങൾക്കുള്ളതാണ്. ജീവാത്മാ. ചന്ദ്രനെയാണ് സൂര്യൻ, അങ്ങനെയാണല്ലോ അത് പറയുന്നത്, അല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ളപ്പോ പൗർണമിയുടെ ദിവസം എന്ന് പറയുമ്പോ പൗർണമിക്കാണ് ഇമ്പോർട്ടൻസ്. ചന്ദ്രൻ മറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നുവെങ്കിലും ഭഗവാന് ചന്ദ്രൻ മറയുന്നു എന്നുള്ളതൊന്നും ഇല്ലല്ലോ. ചന്ദ്രൻ Yes. തന്നെ ഭഗവാന്റെ കീഴല്ലേ? അതെ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന അനുജന്മാരാണല്ലോ. അതെ, ആ ഗ്രഹണം എന്നുള്ള ഒരു കറുത്ത പുള്ളിയെ എടുത്തു മാറ്റാൻ ഭഗവാൻ പൗർണമിയായിട്ട് പൂർണ്ണമായിട്ട് വന്നു. ഹരി ഹരി ഹരി. പിന്നെ മാതാജി ഗുരുവിന്റെ ബൃഹസ്പതിയുടെ സ്ഥാനം എന്ന് അത് കുംഭത്തില് അല്ല, ബൃഹസ്പതിയുടെ സ്ഥാനം ഇതല്ലേ, ധനുവിലല്ലേ? ധനുവിലാണ്. ധനുവിലാകുമ്പോ സ്വക്ഷേത്രം, 5-ാം ഭാവം, 5-ാം ഭാവാധിപൻ 5-ാം ഭാവത്തില് സ്വക്ഷേത്രവാനായിട്ടാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിലാണ്. അതെ, 4, 7, 9 ഭാവങ്ങളിലേക്ക്, ലഗ്നത്തിലേക്ക് ദൃഷ്ടി. ഭഗവാൻ തന്നെ ഗുരുവല്ലേ? ഭഗവാൻ ഗുരുവിന്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക്, ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോ കൃഷ്ണനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭഗവാൻ അല്ലേ? സോ ഗുരുവിനൊക്കെ പോഷിപ്പുണ്ടായത് ഭഗവാൻ ജനിച്ചത് കൊണ്ട് അതെ. അല്ലേ? എന്തായാലും മാതാജി നമുക്ക് ഈ ചാർട്ട് വിവരിച്ചു തന്നു. മാതാജി എക്സ്പേർട്ട് ആസ്ട്രോളജറാണ്. ഷെയർ ചെയ്തു പ്രഭു പരസ്പരം. കൃഷ്ണൻ. ശരി. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ഹരി. ബാക്കി എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? കംപ്ലീറ്റ്, ഒരു സംശയമില്ല പ്രഭു, ഒരു സംശയമില്ല. നക്ഷത്രം പൂരം തന്നെയാണ് പ്രഭു. പൂരം എന്നല്ല പറഞ്ഞ? അതെ പ്രഭു, പർപ്പറ്റിലുണ്ട്. പൂരം. അല്ല, ഉത്തരാണെന്ന് കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. ചോദിച്ചു. എന്തായാലും തുടർന്ന് വായിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഒരു 98 എന്തോ ആണ് മഹാപ്രഭു അവതരിക്കുന്നത്. അവിടം വരെ ഒന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ. ഊർമിള മാതാജി തന്നെ വായിക്കാമോ? ഒന്ന് വായിച്ച അവിടം വരെ എത്തിയാല്. 98 മഹാപ്രഭു അവതരിക്കുന്നത്. സോ അതുവരെ ഒന്ന് വായിക്കാമോ? എവിടെ മുതൽ? 90 തൊട്ട് 90 മുതൽ 98 മഹാപ്രഭു അവതരിക്കുന്നത്. 100 വരെ വായിക്കാം, കുഴപ്പമില്ല. ആയിക്കോട്ടെ. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്ലോകം 90. സിംഹരാശി സിംഹലഗ്ന ഉച്ചഗ്രഹഗണ ഷഡ്വർഗ അഷ്ടവർഗ സർവസുലക്ഷണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ജ്യോതിർവേദം അല്ലെങ്കിൽ വൈദിക ജ്യോതിഷ് ശാസ്ത്രം അനുസരിച്ചുള്ള ശുഭകരമായ ജനന മുഹൂർത്തം താഴെ കൊടുത്തിട്ടുള്ളതുപോലെ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രൻ ചിങ്ങരാശിയിലായിരുന്നു. രാശി ചക്രത്തിലെ സിംഹത്തിന്റെ രൂപം. ലഗ്നം ചിങ്ങമായിരുന്നു. നിരവധി ഗ്രഹങ്ങൾ ശക്തമായ നിലയിലും ഷഡ്വർഗവും അഷ്ടവർഗവും സർവമംഗളകരമായ സ്വാധീനങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാജ്യോതിഷയായിരുന്ന ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഈ ശ്ലോകം താഴെ കൊടുത്തിട്ടുള്ളതുപോലെ വിശദീകരിച്ചിരിക്കുന്നു. ഷഡ്വർഗം 6 വിഭാഗങ്ങൾ എന്നത് സാങ്കേതികമായി ക്ഷേത്ര, ഹോര, ഗ്രേകാണം, നവാംശ, ദ്വാദശാംശ, ത്രിംശാംശ എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. വൈദിക ജ്യോതിശാസ്ത്ര പ്രകാരം ഗ്രഹങ്ങളും ഈ 6 വിഭാഗങ്ങളുടെ അധിപതികളും തമ്മിലുള്ള ബന്ധം നിരൂപിക്കപ്പെടുമ്പോൾ ജനന മുഹൂർത്തത്തിന്റെ ശുഭസ്ഥിതി കണക്കാക്കാൻ കഴിയും. ബൃഹജ്ജാതകം എന്ന ഗ്രന്ഥത്തിലും ഇതര ഗ്രന്ഥങ്ങളിലും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള മാർഗദർശനങ്ങളുണ്ട്. അഷ്ടവർഗങ്ങളുടെ 8 വിഭാഗങ്ങൾ. ഗണന പ്രക്രിയ അറിയാവുന്ന ഒരാൾക്ക് ശുഭകരവും അശുഭകരവുമായ സംഭവങ്ങൾ പ്രവചിക്കാൻ കഴിയും. ഈ ശാസ്ത്രം വിശേഷിച്ച് ഹോരാശാസ്ത്രവിദ് അഥവാ ജ്യോതിശാസ്ത്ര വിദഗ്ധരെന്ന് വിളിക്കപ്പെടുന്ന വ്യക്തികൾക്ക് നിശ്ചയമുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പിതാമഹൻ നീലാംബര ചക്രവർത്തി
അവിടെ പിതാമഹൻ അല്ല എന്ന് പറയും. രണ്ട് സ്ഥലത്ത് മാതാമഹനല്ലേ വരേണ്ടത്? സച്ചി മാതാവിന്റെ അച്ഛൻ അച്ഛനല്ലേ നീലാംബര ചക്രവർത്തി? തിരുത്തനോട്. ഇതിനു മുമ്പ് ഒരു ട്രാൻസ്ലേഷനിലും വന്നിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് മാതാമഹൻ എന്നാക്കണം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മാതാമഹൻ നീലാംബര ചക്രവർത്തി ഭഗവാൻ പ്രത്യക്ഷനാകുന്ന ശുഭമുഹൂർത്തം മുൻകൂട്ടി തിട്ടപ്പെടുത്തി. ശ്ലോകം 91. അകളങ്ക ഗൗരചന്ദ്ര ദിലാദരശന സകളങ്ക ചന്ദ്രേ ആര കോന പ്രയോജന. വിവർത്തനം. ചൈതന്യ മഹാപ്രഭു എന്ന അകളങ്കനായ ചന്ദ്രൻ ദൃശ്യനാകുമ്പോൾ ശരീരമാസകലം കരിക്കുത്തുകളുള്ള ഒരു ചന്ദ്രനെ കൊണ്ട് എന്ത് പ്രയോജനം? ശ്ലോകം 92. ഏതജാനീരാഹുകൈല ചന്ദ്രേര ഗ്രഹണ കൃഷ്ണ കൃഷ്ണ ഹരിനാമേ ഭാസേ ത്രിഭുവന. വിവർത്തനം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരുണ്ട ഗ്രഹമായ രാഹു പൂർണ്ണചന്ദ്രനെ മറയ്ക്കുകയും തൽക്ഷണം ത്രിലോകങ്ങളിലും കൃഷ്ണ കൃഷ്ണ ഹരി എന്നീ സ്പന്ദനങ്ങൾ നിറഞ്ഞു കവിയുകയും ചെയ്തു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കീ ജയ്. ജ്യോതിർവേദപ്രകാരം ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് രാഹുഗ്രഹം പൂർണ്ണചന്ദ്രന്റെ മുന്നിലെത്തുമ്പോഴാണ്. ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാകുമ്പോൾ ഗംഗയിലോ സമുദ്രത്തിലോ സ്നാനം ചെയ്യുന്നത് ഭാരതഭൂമിയിൽ വേദശാസ്ത്രങ്ങൾ പിന്തുടരുന്നവരുടെ ഒരു സമ്പ്രദായമാണ്. വൈദിക ശാസ്ത്രത്തെ നിഷ്ഠയോടെ പിന്തുടരുന്നവരെല്ലാം ഗ്രഹണസമയം മുഴുവൻ ജലത്തിലിറങ്ങി നിന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ജനന സമയത്ത് അത്തരത്തിലൊരു ചന്ദ്രഗ്രഹണം ഉണ്ടാവുകയും സ്വാഭാവികമായും എല്ലാ ജനങ്ങളും ജലത്തിൽ നിന്നുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ മഹാമന്ത്രം കീർത്തിക്കുകയും ചെയ്തു. ഹരിബോൾ. ശ്ലോകം 93. ജയ ജയ ധ്വനി ഹൈല സകല ഭുവന ചമത്കാര ഹയ്യ ലോകഭാവേ മനേ മന. വിവർത്തനം. ഇപ്രകാരം ചന്ദ്രഗ്രഹണ സമയത്ത് ജനങ്ങളെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തിക്കുകയും അവരുടെ മനസ്സുകൾ അത്ഭുതത്താൽ സ്തബ്ധമാവുകയും ചെയ്തു. ശ്ലോകം 94. ജഗദ്ഭരിയ ലോകബലേ ഹരി ഹരി സൈ ക്ഷണേ ഗൗരകൃഷ്ണ ഭൂമേ അവതരി. വിവർത്തനം. ലോകം മുഴുവൻ അപ്രകാരം ഹരിനാമം ഉച്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗൗരഹരിയുടെ രൂപത്തിൽ കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചു. മഹാപ്രഭു കി ജയ. ഗൗരംഗ ഹരി. ശ്ലോകം 95. പ്രസന്ന ഹൈലാസവ ജഗതേ രമന ഹരിബലി ഹിന്ദുക്കേ ഹാസ്യകരയേ യവന. വിവർത്തനം. സമഗ്ര ലോകവും പ്രസന്നമായി. ഹിന്ദുക്കൾ ഹരിയുടെ ദിവ്യനാമം ഉച്ചരിച്ചപ്പോൾ അഹിന്ദുക്കൾ, പ്രത്യേകിച്ച് യവനന്മാർ, ആ വാക്കുകളെ പരിഹാസഭാവത്തിൽ അനുകരിച്ചു. ഭാവാർത്ഥം. മുസ്ലിങ്ങൾക്ക് അഥവാ ഹിന്ദുക്കൾക്ക് ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ഉച്ചരിക്കാൻ താല്പര്യമില്ലെങ്കിലും നവദ്വീപിലെ മുസ്ലിങ്ങൾ ചന്ദ്രഗ്രഹണ സമയത്ത് കീർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദുക്കളെ അനുകരിച്ചു. അപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ഭഗവാന്റെ ദിവ്യനാമം ജപിച്ചു. ശ്ലോകം 96. ഹരിബലി നാരീഗണ ദേഹുലാഹുലി സ്വർഗേ വാദ്യ നൃത്യ കരേ ദേവ കുതൂഹലി. വിവർത്തനം. ഭൂമിയിൽ സ്ത്രീജനങ്ങൾ ഹരിനാമം ഉറക്കെ ഉച്ചരിക്കുമ്പോൾ സ്വർഗലോകങ്ങളിൽ നൃത്തവും സംഗീതവും നടക്കുകയായിരുന്നു. കാരണം ദേവന്മാരും കുതൂഹലത്തിൽ ആണ്ടിരുന്നു. ശ്ലോകം 97. പ്രസന്ന ഹൈല ദശദി പ്രസന്ന നദീജല സ്ഥാവര ജംഗമ ഹൈല ആനന്ദേ വിഹ്വല. വിവർത്തനം. ഈ അന്തരീക്ഷത്തിൽ 10 ദിക്കുകളും ആഹ്ലാദത്തിൽ തിമിർപ്പിലായി. അതുപോലെ നദികളിലെ തിരമാലകളും അതിലേറെ സർവചരാചരങ്ങളും പരമാനന്ദ വിഹ്വലരായി. ശ്ലോകം 98. നദീയ ഉദയഗിരി പൂർണ്ണചന്ദ്ര ഗൗരഹരി കൃപാകരി ഹൈല ഉദയ പാപതമ ഹൈലനാശ ത്രൈജഗതേര ഉല്ലാസ ജഗഹരി ഹരിധ്വനി ഹയ. വിവർത്തനം. അപ്രകാരം തന്റെ അഹൈതുകമായ കാരുണ്യത്താൽ പൂർണ്ണചന്ദ്രനായ ഗൗരഹരി സൂര്യൻ ആദ്യം ദൃശ്യമാകുന്ന ഉദയഗിരിക്ക് സദൃശമായ നദിയ ജില്ലയിൽ ഉദിച്ചു. അവിടുത്തെ ഉദയം
പാപപങ്കിലമായ ജീവിതത്തിന്റെ അന്ധകാരത്തെ തുരത്തുകയും ത്രിലോകങ്ങളും ഭരിതമായി ഹരിധ്വനിയാൽ മാറ്റൊലി കൊള്ളുകയും ചെയ്തു. ശ്രീലപ്രഭുപാദ് ജയ്. മഹാപ്രഭു കൃഷ്ണ. ശ്ലോകം 99. സേയ്കാലേ നിജാലയ ഉഠിയ അദ്വൈതരായ നൃത്യകരെ ആനന്ദിതമനെ ഹരിദാസേ ലനാസംഗേ ഹുങ്കാര കീർത്തനരംഗേ കേനേനാചേ കേകനാഹി ജാനേ. വിവർത്തനം. ആ സമയത്ത് അദ്വൈതാചാര്യൻ ശാന്തിപുരത്തെ സ്വഭവനത്തിൽ ആനന്ദഭാവത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു. അവിടുന്ന് ഹരിദാസ ഠാക്കൂറിനോടൊപ്പം നൃത്തമാടുകയും ഉച്ചത്തിൽ ഹരേ കൃഷ്ണ ജപിക്കുകയും ചെയ്തു. എന്നാൽ അവർ അങ്ങനെ നൃത്തം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. ഭാവാർത്ഥം. അദ്വൈത പ്രഭു ആ സമയത്ത് ശാന്തിപുരത്തുള്ള പിതൃഗൃഹത്തിലായിരുന്നു എന്നറിയുന്നു. ഹരിദാസ ഠാക്കൂർ അവിടുന്ന് കൂടെ കൂടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് യാദൃച്ഛികമായി അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ജനിച്ച ഉടനെ അവർ ഇരുവരും നൃത്തം ചെയ്തു തുടങ്ങി. ആ രണ്ട് വിശുദ്ധ വ്യക്തികൾ എന്തിനാണ് നൃത്തം ചെയ്യുന്നതെന്ന് ശാന്തിപുരത്തുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശ്ലോകം 100. ദേഖി ഉപരാഗഹാസി ശീഘ്ര ഗംഗാ ഖാഡെ ആസി ആനന്ദേ കരില ഗംഗാ സ്നാന പാന ഉപരാഗച്ഛലെ ആപനാര മനോബലെ ബ്രാഹ്മണേര ദിലനാനാദാനാം. വിവർത്തനം. ചന്ദ്രഗ്രഹണം കണ്ട് അദ്വൈത പ്രഭുവും ഹരിദാസ് ഠാക്കൂറും ചിരിച്ചുകൊണ്ട് തൽക്ഷണം ഗംഗയുടെ തീരത്തേക്ക് പോവുകയും ആഹ്ലാദപൂർവ്വം നദിയിൽ സ്നാനം ചെയ്യുകയും ചെയ്തു. ചന്ദ്രഗ്രഹണത്തിന്റെ സന്ദർഭം പ്രയോജനപ്പെടുത്തി അദ്വൈതാചാര്യൻ തന്റെ മനോബലത്താൽ ബ്രാഹ്മണർക്ക് വിവിധ തരത്തിലുള്ള ദാനങ്ങൾ നൽകി. ഭാവാർത്ഥം. ചന്ദ്രഗ്രഹണത്തിന്റെയോ സൂര്യഗ്രഹണത്തിന്റെയോ സമയത്ത് ദരിദ്രർക്ക് കഴിയുന്നത്ര ദാനം നൽകുന്നത് ഹിന്ദുക്കൾക്കിടയിലെ ഒരു കീഴ്വഴക്കമാണ്. അതിനാൽ അദ്വൈതാചാര്യൻ ഈ ചന്ദ്രഗ്രഹണം പ്രയോജനപ്പെടുത്തി ബ്രാഹ്മണർക്ക് പല വിധത്തിലുള്ള ദാനങ്ങൾ നൽകി. കൃഷ്ണാവതാര സമയത്ത് വസുദേവൻ ആ സന്ദർഭം പ്രയോജനപ്പെടുത്തി ബ്രാഹ്മണർക്ക് 10,000 പശുക്കളെ ദാനം ചെയ്യുകയുണ്ടായെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ 10:3-11 പ്രസ്താവിക്കുന്നുണ്ട്. ഒരു പ്രസ്താവന ഉണ്ടെന്നായിരിക്കണം അല്ല. ഒരു കുട്ടിയുടെ, പ്രത്യേകിച്ചും ആൺകുട്ടിയുടെ ജനന സമയത്ത് കുട്ടിയുടെ മാതാപിതാക്കൾ സന്തോഷപൂർവ്വം ദാനങ്ങൾ നൽകുന്നത് ഹിന്ദുക്കൾക്കിടയിൽ പതിവാണ്. മഹാപ്രഭുവിന്റെ ജനനം ചന്ദ്രഗ്രഹണ സമയത്തായിരുന്നതിനാൽ ദാനം നൽകാൻ അദ്വൈതാചാര്യന് അതീവ താല്പര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് വിവിധ വസ്തുക്കൾ ദാനമായി വിതരണം ചെയ്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ചന്ദ്രഗ്രഹണം മൂലമല്ല, മറിച്ച് ആ മുഹൂർത്തത്തിൽ ചൈതന്യ ഭഗവാൻ ജന്മമെടുത്തതിന്റെ ആഹ്ലാദത്താലാണ് അവിടുന്ന് അങ്ങനെ ചെയ്തത്. ഭഗവാൻ കൃഷ്ണന്റെ ജനന സമയത്ത് വസുദേവൻ ദാനം നൽകിയതുപോലെ തന്നെയായിരുന്നു ഈ അവസരത്തിൽ അദ്വൈതാചാര്യനും ദാനം ചെയ്തത്. ശ്രീലപ്രഭുപാദ് കി ജയ്. ജയ് ജയ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഹരേ ബോൾ. ഈ ആനന്ദവിഹ്വല എന്ന് പറയുന്ന പോലെ ഇത് വായിക്കുമ്പോ തന്നെ ഒരു ആനന്ദമാണ്. കൃഷ്ണ ആ ഫെസ്റ്റിവല് നമ്മളുടെ കൺമുന്നിൽ ചിത്രീകരിച്ച് കാണിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിലിപ്പോ എന്താ പറയാ. അദ്വൈതാചാര്യന്റെ മോഡ്. എല്ലാവരും ഒരേപോലെ ഹരിനാമം ജപിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവ സമയത്ത് തന്നെ എല്ലാരും ഒന്നുപോലെ ഹരിനാമം ജപിച്ചു. പിന്നെ ചന്ദ്രഗ്രഹണത്തിന്റെ കാര്യം ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. നമ്മള് നേരത്തെ പറഞ്ഞു ചന്ദ്രഗ്രഹണത്തിന്റെ സമയത്താണ് ഇവിടെ. അതൊരു വണ്ടർഫുൾ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൈതന്യ ചന്ദ്ര അല്ലെ,
കളങ്കമില്ലാത്ത ചന്ദ്രനായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു വരുമ്പോ വേറൊരു ചന്ദ്രന്റെ ആവശ്യം എന്താണ് എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഗ്രഹണമായത് എന്ന് പറയും. മറ്റൊരു ചന്ദ്രനോട് ആവശ്യമില്ല. സോ അതൊന്ന്. പിന്നെ ഗ്രഹണമായത് കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു കീഴ്വഴക്കത്തിന്റെ പേരിലാണെങ്കിലും സകലമാന ജനങ്ങളും ഹരിനാമം ജപിക്കുകയായിരുന്നു ആ സമയത്ത്. ഗംഗയിലും നദിയിലും സമുദ്രത്തിലും ജലത്തിലിറങ്ങി നിന്ന് എല്ലാവരും ഹരിനാമം ജപിക്കുകയായിരുന്നു എന്നുള്ളത് കാണാം. സോ മഹാപ്രഭു ആവിർഭവിച്ച അപ്പൊ തുടങ്ങി ഈ ഹരിനാമ സങ്കീർത്തന പ്രചരണം എന്ന് പറയാം. വസുദേവർ ദാനം ചെയ്തതുപോലെ അതിലേക്ക് നമ്മൾ വരുന്നു. യെസ് പ്രഭു. പിന്നെ ഈ ജപം പരിഹസിച്ചിട്ടായാലും ജപിക്കുന്നുണ്ട് എല്ലാരും. സോ ഏതോ ഒരു രീതിയിൽ ഹരിനാമം എല്ലാവരുടെയും നാവില് ഉണ്ടായിരുന്നു മഹാപ്രഭു അവിടെ അപ്പിയർ ആവുമ്പോ. നൗ എൻറ്റയർ സീനറി ഈ വാക്കുകളിലും നന്നായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കൃഷ്ണദാസ് രാജഗോസ്വാമി അത്രയും ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ ചൈതന്യ മഹാപ്രഭു അദ്വൈത ആചാര്യർ ഹരിദാസ് ഠാക്കൂർ രണ്ടുപേരും ഒരുമിച്ച് ആനന്ദ നൃത്തം ചെയ്യാണ് ഭഗവാൻ ആവിർഭവിച്ചത് കൊണ്ട്. പിന്നെ അദ്വൈതാചാര്യർ ദാനം നൽകുന്നു. ഇവിടെ ഒരു വാക്ക് കണ്ടു, ബൈ ഹിസ് മെന്റൽ സ്ട്രെങ്ത് ഡിസ്ട്രിബ്യൂട്ടഡ് വേരിയസ് ടൈപ്സ് ഓഫ് ചാരിറ്റി. മനോബലം കൊണ്ട് ഇത്രയും ദാനം നൽകി. പ്രഭുപാദര് കൽപ്പറ്റില് പറയുന്നുണ്ട്, ശരിക്കും ദാനം നൽകുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും അതിശയായി, എന്താ ചെയ്യണേ, ഈ ഗ്രഹണം കാരണം ദാനം ചെയ്യാണോ? പക്ഷെ അതായിരുന്നില്ല കാരണം. ഭഗവാന്റെ അവതാരം കാരണം ദാനം ചെയ്തതാണ്. അതാണ് ഇപ്പൊ പറഞ്ഞത്, വസുദേവർ ദാനം ചെയ്ത പോലെ. വസുദേവരുടെ കാര്യത്തില് ഭാഗവതം 10:3-11 ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. കൃഷ്ണാവതാര സമയത്ത് വസുദേവർ എവിടെയായിരുന്നു? അല്ലെ, ജയിലിലായിരുന്നല്ലോ. അപ്പോ ഈ കുട്ടി ജനിക്കുമ്പോ എസ്പെഷ്യലി ആൺകുട്ടി ജനിക്കുമ്പോ ഇതുപോലെ ദാനം ചെയ്യും പാരന്റ്സ് എന്ന് പറയുന്നുണ്ട് പ്രഭുപാദർ പെർഫെക്റ്റ്ല്. പക്ഷെ അതിനൊന്നും ഫിസിക്കലി സാധിച്ചിരുന്നില്ല വസുദേവർക്ക്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ദാനം ചെയ്തു എന്ന് പറയുന്നുണ്ട് വസുദേവർ. ഇപ്പോ വസുദേവർ കൃഷ്ണ ജന്മ സമയത്ത് ദാനം ചെയ്തതുപോലെ തന്നെ ഇവിടെ അദ്വൈതാചാര്യ ചെയ്യാണ് മഹാപ്രഭു എന്റെ സമയത്ത്. ഹരി ഹരി. ഹരേ കൃഷ്ണ. പിന്നെ ഹരേ കൃഷ്ണ പ്രഭു. നാമജപത്തിന്റെ കാര്യത്തില് മലയാളത്തിലൊരു കവിത ഉണ്ട്. യശോദ ശ്രീകൃഷ്ണ ഭഗവാനോട് നാമം ജപിക്കാൻ പറയണം. നാരായണ എന്ന് ജപിക്കാവേ ആരോമലായി പറയും യശോദ, നാണം കുണുങ്ങിയിട്ട് ജപിക്കുമപ്പോൾ നാരായണൻ താനൊരു വാസുദേവൻ. സ്വയം വാസുദേവനാണ്. എന്നിട്ടും യശോദ പറഞ്ഞുകൊണ്ട് നാരായണ എന്ന് ജപിച്ചു എന്ന് പറഞ്ഞു. അപ്പോ അറിഞ്ഞോ അറിയാതെ നാമം ജപിച്ചാലും അത് ഫലത്തിലാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. അപ്പൊ മഹാപ്രഭു കൃഷ്ണനാമം ജപിച്ചതുപോലെ ഭഗവാൻ കൃഷ്ണനും സ്വയം നാമം ജപിച്ചിട്ടുണ്ട് അല്ലെ പ്രഭു? ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. മാതാജി, ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ജനന സമയത്ത് എന്തിനാണ് ചന്ദ്രഗ്രഹണം ഉണ്ടായതെന്നുള്ളതിന്റെ ഇതെന്തായിരുന്നു മാതാജി? വിശദീകരണം ഒന്ന് പറയുമോ? ഇവിടെ പ്രത്യക്ഷമായിട്ട് നമ്മൾ രണ്ട് കാരണങ്ങൾ ഇവിടെ കണ്ടു. ഒന്ന് എന്താ പറയാ, ഗ്രഹങ്ങൾ പോലും അല്ലെ, ചൈതന്യ ചന്ദ്ര ഒരു ചന്ദ്രൻ ഉദിക്കുന്നത് പോലെ ചൈതന്യ മഹാപ്രഭു ജനിച്ചപ്പോൾ അവിടെ വേറൊരു ചന്ദ്രൻ, അതായത് ഒരു ചന്ദ്രനിൽ കളങ്കങ്ങൾ ഉണ്ട്, മാർക്സ് ഉണ്ട്, പക്ഷെ ചൈതന്യ ചന്ദ്രനിൽ ഇല്ല. അപ്പൊ അത്രയും
ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മൂൺ, ചൈതന്യ ചന്ദ്രൻ ഉദയം ചെയ്യുമ്പോൾ മറ്റൊരു ചന്ദ്രന്റെ ആവശ്യം, രണ്ടാമതൊരു ചന്ദ്രന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഗ്രഹങ്ങൾ അപ്രകാരം അന്ന് ഗ്രഹണമായി എന്നാണ് പറയുന്നത്. ഒന്ന്. രണ്ട്, നമ്മളിവിടെ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടല്ലോ, എല്ലാവരും നാമം ചൊല്ലുന്ന സമയമാണ് അല്ലെ ഗ്രഹണ സമയത്ത്. നമ്മളിപ്പോ നമുക്കത് പറഞ്ഞാൽ പോലും നമുക്ക് അറിയാണ്ടായി. പക്ഷെ പൊതുവെ ഗ്രഹണ സമയത്തുള്ള ഒരു കൾച്ചർ, മെറ്റീരിയൽ ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യില്ല, സ്പിരിച്വൽ ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യുള്ളൂ. എസ്പെഷ്യലി നാമജപം. പല വീടുകളിലും ഇപ്പോഴും ആ ഒരു കസ്റ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്രഹണ സമയത്ത് നാമം ചൊല്ലുന്ന പോലത്തെ കാര്യങ്ങളെ ചെയ്യാവൂ എന്നല്ലാതെ ഭൗതികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യില്ല. അപ്പോ ബംഗാളിൽ എസ്പെഷ്യലി ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്ന സമയത്ത് ആ ഒരു കൾച്ചർ, വൈദിക സംസ്കാരം നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ എല്ലാവരും തന്നെ ഗ്രഹണം എന്നുള്ള ഒരു കാരണം കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുകയായിരിക്കും. ഇവിടെ പറയുന്നുണ്ട് എല്ലാവരും ഹരി ഹരി കൃഷ്ണ എന്നുള്ള നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗയിൽ ഇറങ്ങി, സമുദ്രത്തിൽ ഇറങ്ങി നിന്ന് എല്ലാവരും നാമം ജപിക്കുകയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശങ്ങൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ കണ്ടു. അതില് ബാഹ്യമായിട്ടുള്ള അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഹരിനാമ പ്രചരണം, അല്ലെ, നാമസങ്കീർത്തനം പ്രചാരം ചെയ്യുക എന്നുള്ളത്. അത് മഹാപ്രഭു ആവിർഭവിച്ച് സ്വയം പ്രചാരം ചെയ്യുന്നതിന് മുമ്പ്, ആ ഒരു അപ്പിയറൻസ് ആകുമ്പോ തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞു സങ്കീർത്തന പ്രസ്ഥാനം എന്നുള്ളത്. എല്ലാവരും നാമം ജപിപ്പിച്ചുകൊണ്ടാണ് മഹാപ്രഭു അവിടെ വന്നത്. സോ ആ ഒരു കാരണം, അതായത് മഹാപ്രഭുവിന്റെ ഒരു അവതാര ഉദ്ദേശത്തെ പ്രകടമാക്കിക്കൊണ്ട് വന്നു എന്ന് നമുക്ക് പറയാം. ഹരിനാമം എല്ലാ സ്ഥലത്തും മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോ, പരിഹസിച്ചായാലും എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാപ്രഭു അവിടെ ആവിർഭവിച്ചത്. ആൾക്കാരെന്ന് ചോദിച്ചു. സോ അപ്പൊ ഇതില് മാപ്റ്റ് ആയിട്ട് വേറെ ഏത് സമയം പറ്റും മഹാപ്രഭു വരാൻ, അല്ലെ? സങ്കീർത്തനം, നാമസങ്കീർത്തനം എല്ലാവർക്കും കൊടുക്കാൻ വരുന്ന മഹാപ്രഭു എല്ലായിടത്തും നാമം മുഴങ്ങുന്ന സമയം അല്ലാതെ ഇതിലും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള വേറെ എന്ത് സമയമാണുള്ളത്? ഗ്രഹണ സമയത്ത് ചൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ മാതാജി? ഇതാണ് സീത മാതാജിയാണോ ചോദിച്ചത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. സോ നമുക്ക് ഭൗതിക കാര്യങ്ങൾ നമ്മളൊന്നും പുറത്തു പോയില്ല, ചെയ്യില്ല, അശുദ്ധിയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ഗ്രഹണത്തിന്റെ നമുക്കൊരു മെറ്റീരിയൽ ആസ്പെക്ട് ആണ്, ഭൗതിക ശരീരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രഹണം അത്ര നല്ലതല്ലാത്തൊരു രീതിയിൽ നമ്മൾ കാണും. പക്ഷെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബെസ്റ്റ് ആണ്. ഈ പറയുന്ന പോലെ നാമം ജപിച്ച് പുണ്യതീർത്ഥങ്ങളിൽ കുളിച്ച് ദാനം ചെയ്ത് ഒക്കെ ചെയ്യുന്ന സമയമാണ് ഗ്രഹണം എന്ന് പറയുന്നത്. ഓ, പിന്നെ ഭഗവാനും ആണ് വരുന്നത്. അപ്പൊ പിന്നെ അവിടെ എന്ത് ദോഷാണുള്ളത്? എല്ലാം നല്ല ആ ഒരു അവതാര ഉദ്ദേശം വെളിവാക്കിക്കൊണ്ട് മഹാപ്രഭു വന്നു. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഗോപാൽ പ്രഭു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സോ ഇന്നൊരു ശുഭദിനത്തില് മറ്റൊരു ശുഭകാര്യവും നടന്നു. അത് പിന്നീട് പറയാം അതിന്റെ വിവരങ്ങള്. എന്തായാലും ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. ഈ കൃഷ്ണലീലയില് കൃഷ്ണൻ അവതരിക്കാൻ വേണ്ടി ഒരുപാട് അഭ്യർത്ഥിച്ചത്, ഓഫ്കോഴ്സ് പല വ്യക്തികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് വസുദേവരായിരുന്നു. വസുദേവരും ദേവകിയായിരുന്നു. അറിയാലോ, അവര് 3 ജന്മത്തിൽ ഭഗവാൻ മകനായിട്ട് വരണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചു. അങ്ങനെ വസുദേവരുടെ പ്രാർത്ഥന ആണ് ഒരു പ്രധാന കാരണം ഭഗവാൻ അവതരിക്കാൻ. അതേപോലെ ചൈതന്യലീലയിൽ നോക്കിയാൽ അദ്വൈതാചാര്യരാണ് ഒരു പ്രധാന കാരണം. അദ്വൈതാചാര്യരും ഹരിദാസ് ഠാക്കൂറും, ബട്ട് മെയിൻലി അദ്വൈതാചാര്യരുടെ പ്രാർത്ഥന ആവശ്യപ്രകാരമാണ് വന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ആരാണോ വിളിച്ചത് അവരാണ് ഭഗവാൻ വരുമ്പോ ദാനം കൊടുക്കുന്നത്, അല്ലെ? അവിടെ വസുദേവർ ദാനം കൊടുത്തു, ഇവിടെ അദ്വൈതാചാര്യർ ദാനം കൊടുത്തു. അതൊരു തോന്നലുണ്ടായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും
ഇന്നത്തെ ചെയ്ത ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറയാൻ, ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി, അതായത് ഭഗവാൻ ഇന്ന് അവതരിച്ചിരിക്കുന്നു, ഇനി എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. തീർച്ചയായും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് അവതരിക്കാൻ പ്രാർത്ഥിക്കാം. അതെ, കൃഷ്ണ. അതിന്റെ തെളിവായിട്ട് ഇതിന്റെ ചരിതാമൃതം മുഴുവനും വായിക്കാൻ പറ്റണം നമുക്ക്. മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു മനസ്സ് വിട്ടു പോവില്ല. അതെ. ഹരേ കൃഷ്ണ. അതെ. അതും പ്രാർത്ഥിക്കും. തീർച്ചയായും. അതെ, നമ്മുടെ ഇതെന്തായാലും മുടങ്ങാൻ പാടില്ല, ഈ റീഡിങ്. അതെ. ഒരു മിനിറ്റ്. ജസ്റ്റ് നമുക്കിന്നൊരു പഞ്ചതത്വ മന്ത്രവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി ഒന്ന് നിർത്തിയാലോ എന്ന് പറഞ്ഞിങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു അല്ലെ? വോട്ടെവർ ആരെങ്കിലും ഒന്ന് ലീഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു തുടങ്ങാം, ചൊല്ലാം. പാദായ കൃഷ്ണപ്രേഷ്ഠായ ശ്രീമതേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ. प्रभु की जय. ഗൗരംഗ നിത്യാനന്ദ. ഇന്നലെ ഞങ്ങളൊരു 10 മിനിറ്റോളം ജപമൊക്കെ ചെയ്തിരുന്നു. എന്താ പ്രഭു? ഇന്നലെ ഇതേപോലെ 10 മിനിറ്റോളം ജപം ചെയ്തു. അതെ, ലോകം മുഴുവൻ ആഹ്ലാദത്തിലാണ്. കൊച്ചിയിലും ഗുരുവായൂരും ഒക്കെ ആഹ്ലാദത്തിലാണ്. ജന്മദിനം നമ്മൾ 2 ദിവസം ആഘോഷിച്ചില്ല. ഇന്നലെ ആഘോഷിച്ചു, ഇന്നും ആഘോഷിച്ചു. ഇന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. മഹാപ്രസാദം മഹാപ്രസാദേ ഗോവിന്ദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. കോടി വൈഷ്ണവ की जय. श्रील प्रभुपाद. हरि हरि. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. പ്രണാമം എല്ലാ മാതാജിമാർക്കും പ്രഭുക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം.